കരുനാഗപ്പള്ളിയിൽ യുവാവിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയ സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കരുനാഗപ്പള്ളി താച്ചയിൽമുക്ക് സ്വദേശി സന്തോഷാണ് നാലംഗ സംഘത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അക്രമികൾ ഉപയോഗിച്ച ടാക്സി കാറും കാറിന്റെ ഉടമയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കരുനാഗപ്പള്ളിയിൽ യുവാവിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയ സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്താകുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ചിലരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കരുനാഗപ്പള്ളി താച്ചയിൽമുക്ക് സ്വദേശി സന്തോഷാണ് നാലംഗ സംഘത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വധശ്രമ കേസിൽ പ്രതിയാണ് കൊല്ലപ്പെട്ട സന്തോഷ്. വർക്ക്ഷോപ്പിൽ അറ്റകുറ്റപ്പണിക്കായി എത്തിയ ടാക്സിക്കാറാണ് അക്രമികൾ ഉപയോഗിച്ചത്. എന്നാൽ ഈ വാഹനത്തിന്റെ നമ്പർ വ്യാജമാണ്. കാറും കാറിന്റെ ഉടമയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മേമന സ്വദേശിയായ ഒരു വ്യക്തിയുടെ ആവശ്യപ്രകാരമാണ് കാറുടമ വാഹനം നൽകിയത്. കാർ വാങ്ങാനെത്തിയ ആൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ളതായി പോലീസ് പറയുന്നു. വാഹനം വേണമെന്ന് മാത്രമേ ഇയാൾ പറഞ്ഞുള്ളൂ എന്നും എന്ത് കാര്യത്തിനാണ് എന്ന് പറഞ്ഞിരുന്നില്ല എന്നുമാണ് കാറുടമയുടെ മൊഴി. നാലംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. പുലർച്ചെ 2:15 കൊലപാതകം നടന്നത്. സംഭവ സമയം സന്തോഷും അമ്മയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. 2014 പങ്കജ് എന്നയാളെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് സന്തോഷ്. അക്രമി സംഘം മുഖംമൂടി ധരിച്ചാണ് എത്തിയതെന്ന് സന്തോഷിന്റെ അമ്മ ഓമന പറഞ്ഞു. അതേസമയം സന്തോഷിനെ വെട്ടിക്കൊലപ്പെടുത്തി അരമണിക്കൂറിന് ശേഷം മറ്റൊരാൾക്ക് കൂടി വെട്ടേറ്റിരുന്നു. ഓച്ചിറ വവ്വാക്കാവിൽ അനീർ എന്നയാളെയാണ് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമമുണ്ടായത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അനീറിനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. CDNet ന്യൂസ്, ഓച്ചിറ.